കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധി ചോർന്നതായി പരാതി. വിധിയുടെ ഉള്ളടക്കം ഊമക്കത്തായി ലഭിച്ചെന്ന് കാട്ടി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി പരാതി നൽകി. ജഡ്ജി ഹണിയം വർഗീസ് സുഹൃത്തായ ഷേർലിയെ കൊണ്ട് വിധി തയ്യാറാക്കിയെന്നും ദിലീപിന്റെ സുഹൃത്തും പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചെന്നുമാണ് കത്തിന്റെ ഉള്ളടക്കം. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന സന്ദേശം ഉൾപ്പെടുന്ന ഊമക്കത്ത് ലഭിച്ചത് ഡിസംബർ 2-ാം തീയതിയാണ്. പക്ഷേ 8-ാം തീയതിയാണ് ഇത് അഭിഭാഷക അസോസിയേഷന്റെ പ്രതിനിധിയായ ഷേണായി ഇത് പരാതിയായിട്ട് കൊടുക്കുന്നതും ഇത് ഷേണായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നതും. ശ്യാം ദേവരാജും റോഷിപാലുമുണ്ട്. ശ്യാം ദേവരാജ്, ഗുരുതരമായ ആക്ഷേപമാണുള്ളത്. ആ ഊമക്കത്തിന് പക്ഷേ അതോറിറ്റി ഇല്ല. പക്ഷേ ആ കത്ത് കിട്ടിയപ്പോൾ ആ ഊമക്കത്ത് ഹൈക്കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് ഉത്തരവാദിത്വപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഷേണായി. എന്താണ് പരാതിയിൽ പറയുന്നത്? ശ്യാം ദേവരാജ്, ഗുരുതരമായ ആരോപണങ്ങളാണ്. 2-ാം തീയതി കിട്ടിയതാണെന്നാണ് പറയുന്നത്. അത് ശരിയാണെങ്കിൽ 8-ാം തീയതിയിലത്തെ വിധിയുടെ വിവരങ്ങൾ 2-ാം തീയതി ചോർന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഡോക്ടർ അരുൺകുമാർ, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായം, അതിൻ്റെ കുറ്റക്കാരാണോ അല്ലയോ, ഈ 10 പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന വിധിന്യായം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ 8-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ്, മെനിഞ്ഞാന്നാണ്. ആ വിധിന്യായത്തിൻ്റെ വിവരങ്ങൾ ഉള്ളടക്കം കഴിഞ്ഞ ഡിസംബർ 2-ന് തന്നെ കേരള ഹൈക്കോടതിയുടെ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റായ യശ്വന്ത് ഷേണായിക്ക് ലഭിച്ചു എന്നതാണ്. ഒരു ഊമക്കത്തിലൂടെ ലഭിച്ചു എന്നതാണ് യശ്വന്ത് ഷേണായി നൽകുന്ന ചീഫ് ജസ്റ്റിസ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ വിധിയുടെ ഉള്ളടക്കമാണ് ഈ രീതിയിൽ ഊമക്കത്തായി ലഭിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിലാണ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണോയി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഊമക്കത്ത് ലഭിച്ചു എന്ന് യശ്വന്ത് ഷേണോയി പറയുന്നുണ്ട്. ആ ഊമക്കത്ത് കൂടി ഉൾപ്പെടുത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ ഊമക്കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് സുഹൃത്തായ ഷേർലിയെ കൊണ്ട് ഈ കേസിന്റെ വിധിന്യായം തയ്യാറാക്കി. ദിലീപിന്റെ സുഹൃത്തും പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചു. ഇത്തരമൊരു ആക്ഷേപം വിജിലൻസ് രജിസ്ട്രാറോ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ അന്വേഷിക്കണം, അതിനാവശ്യമായ നിർദ്ദേശം നൽകണമെന്നതാണ് യശ്വന്ത് ഷേണോയി ഉന്നയിക്കുന്ന ആവശ്യം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഈ ഊമക്കത്തിന്റെ ഉള്ളടക്കം ഉൾപ്പെടെയാണ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയ കത്തിന്റെ ഉള്ളടക്കമായി അല്ലെങ്കിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്നത്. ഓക്കെ, റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, ഈ കത്തിന്റെ ആധികാരികത നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത് ഊമക്കത്ത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന് വെച്ചാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ കത്ത് കിട്ടിയ അഭിഭാഷകൻ അത് ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഉള്ളടക്കം. ആ കത്തിൽ പറയുന്ന കാര്യങ്ങളോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. അത് ശരിയാണോ എന്ന് നമുക്ക് അറിയുകയുമില്ല. ആ കത്തിനെ നമ്മളും എൻഡോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനൊരു കത്ത്, അങ്ങനൊരു പരാതി ലഭിക്കുമ്പോൾ അതൊരു പരാതിയായിട്ടാണ് ഷേണായി ഹൈക്കോടതിയിലേക്ക് ചീഫ് ജസ്റ്റിസിന് ഇത് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. 2-ാം തീയതി കത്ത് കിട്ടി എന്നുള്ളതാണ് ഈ അഭിഭാഷക കമ്മീഷന്റെ അഭിഭാഷക അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഷേണായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്. റോഷി, അരുൺകുമാർ, അതീവ ഗൗരവമുള്ള ഒരു ഊമക്കത്താണ്. കാരണം ഊമക്കത്ത് ലഭിക്കുന്നത് 2-ാം തീയതിയാണ്. ഡിസംബർ 2-ന് ആ കത്ത് ലഭിക്കുമ്പോൾ വിധി വന്നിരിക്കുന്നത് 8-ാം തീയതി 11 മണിക്ക് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. അപ്പോൾ 8-ന് വിധി വരുന്നതിന് മുമ്പ് വിധിയിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ കത്തെഴുതിയ ആൾക്ക് 2-ാം തീയതിക്ക് മുമ്പ് ലഭിച്ചത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെയാണ് ആ കത്ത് ഊമക്കത്താണെങ്കിൽ പോലും ആ കത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നതും. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട അഭിഭാഷക സംഘടനയുടെ നേതാവ് ഇത്തരമൊരു പരാതി ഈ കത്ത് സഹിതം അത് ഹൈക്കോടതിക്ക് സമർപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. പ്രത്യേകിച്ച് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ്, ആ കേസിൻ്റെ വിധിപ്രസ്താവം അടക്കം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ 2-ാം തീയതി വിധി വരുന്നതിന് 6 ദിവസം മുമ്പ് തന്നെ വിധിയിലെ വിശദാംശങ്ങൾ ഒരു കത്തായി അത് പ്രധാനപ്പെട്ട ഒരു അഭിഭാഷക സംഘടനയുടെ നേതാവിൻ്റെ കൈവശത്തേക്ക് അത് ഒരു ഊമക്കത്തായി എത്തുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് സ്വാഭാവികമായും അതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. ഏതായാലും ഒരു ഭാഗത്ത് അതിജീവിത നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം കടുപ്പിക്കാൻ തീരുമാനിച്ചു നിൽക്കുകയാണ് സർക്കാരും. അതിജീവിതയ്ക്ക് വേണ്ടി ഈ 4 പ്രതികൾ, വെറുതെ വിട്ട 4 പ്രതികളെ കൂടി ശിക്ഷ ഉറപ്പുവരുത്തുന്നുള്ള അപ്പീൽ നടപടികളെ കുറിച്ച് തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് ഈ അഭിഭാഷകൻ, അതും അഭിഭാഷക സംഘടനയുടെ നേതാവ് ഹൈക്കോടതിക്ക് നൽകിയ കത്ത് ചർച്ചയാകുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനത്തിനായി കാത്തിരിക്കാം അരുൺകുമാർ. ഓക്കെ, കത്ത് അയച്ചിരിക്കുന്നത് 8-ാം തീയതിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്
അഡ്വക്കേറ്റ് യശ്വന്ത് ഷെണായി കത്തയച്ചിരിക്കുന്നത്. അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഊമക്കത്തിൻ്റെ ഡേറ്റ് 2/10/2025 ഒരിക്കൽ കൂടി പറയുന്നു, ഊമക്കത്തിലെ ഉള്ളടക്കത്തെ നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് യശ്വന്ത് ഷെണായി ആ കത്ത് ചീഫ് ജസ്റ്റിസിന് അയച്ചിട്ടുണ്ട്. ഒരു പരാതിയായിട്ടാണ് അയച്ചിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത്, ഐ ആം കൺസ്ട്രെയിൻഡ് ടു ഫോർവേഡ് ദിസ് ലെറ്റർ ആൻഡ് ബ്രിങ് യുവർ അറ്റൻഷൻ ടു ദി കണ്ടന്റ്സ് ഓഫ് ദി ലെറ്റർ ഈവൻ ഇഫ് ദ സെയിം ഈസ് anonymous. The letter deserves an enquiry only for its contents എന്നാണ് പറയുന്നത്. അതായത് ആ പരാതി അയച്ചിരിക്കുന്നത് അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ്. അദ്ദേഹം സ്വകാര്യമായിട്ട് അയച്ചിരിക്കുന്ന കത്തല്ല. അതുകൊണ്ടാണ് നമ്മളത് വാർത്തയാക്കി മാറ്റുന്നതും ഗൗരവ സ്വഭാവമുള്ള ഒരു പരാതിയായിട്ടത് മാറുന്നത്. കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷെണായി ആ കത്ത് ചീഫ് ജസ്റ്റിസിന് അയച്ചിരിക്കുന്നു. ആ കത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. 8-ാം തീയതി വന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി 2-ാം തീയതി തന്നെ ചോർന്നു എന്ന തരത്തിലുള്ള രൂപക്കത്ത് തനിക്ക് ലഭിച്ചു. അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോർട്ട് അസോസിയേഷൻ അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഷെണായി ഒരു കത്തയച്ചിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസിന്. ഉമക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. പക്ഷേ അതൊരു ഉമക്കത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഇപ്പോൾ എൻഡോസ് ചെയ്യുന്നതിന് നിർവാഹമില്ല.